ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന ആ ആഴ്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ ആഴ്ച 3 പ്രധാനപ്പെട്ട സിനിമകളാണല്ലോ കേരള ബോക്സ് ഓഫീസിൽ റിലീസിനായിട്ട് എത്തുന്നത്. ലാലേട്ടൻ നായകനായി എത്തുന്ന ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വരുന്ന കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് നേര്. ഈ വ്യാഴാഴ്ച ഡിസംബർ 21 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗിന് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ടാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആദ്യ മണിക്കൂറിലെ ബുക്കിംഗ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം തിയേറ്ററുകളിലെ ഇനിയും സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നിട്ട് പോലും മികച്ചൊരു ബുക്കിംഗ് എല്ലാം തന്നെ സിനിമ നേരിടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ രാഗം തിയേറ്ററിലെല്ലാം തന്നെ മറ്റു സിനിമകളെക്കാൾ കൂടുതൽ ഷോകൾ നേരിടുത്തിരിക്കുകയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള മികച്ചൊരു ബുക്കിംഗും അവിടെ നേരിടുക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ ഇന്നോ നാളെയോ പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട്. അതറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇതിനിടയിൽ നേരിന്റെ പ്രൊമോഷന്റെ ഭാഗമാണ് എന്ന് പറയാനായിട്ട് കഴിയില്ല എങ്കിൽ പോലും ലാലേട്ടൻ ഒരുപാട് നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആരാധകരോടൊത്ത് എറണാകുളത്ത് നാളെ ഫോട്ടോഷൂട്ടിന് തയ്യാറായിരിക്കുകയാണ്. ഏകദേശം 4000-5000 പാസുകളെല്ലാം തന്നെയാണ് ഇതിനോടൊക്കെ അതിന് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഫോട്ടോഷൂട്ട് ആയിരിക്കും നാളെ നടക്കുക എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കുക അതിന്റെ വീഡിയോകളും മറ്റ് ഫോട്ടോകളെല്ലാം തന്നെ കാണുവാനായിട്ട്. നേരിനോടൊപ്പം തന്നെ ഡിസംബർ 21 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഷാറുഖ് ഖാൻ സിനിമയാണ് ഡങ്കി. ചിത്രത്തിന്റെ ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് രാവിലെ 10 മണിയോടെ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. SRKയുടെ സമീപകാല സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ സിനിമയാണ് രാജകുമാർ ഹിറാനി സംവിധാനം ചെയ്യുന്ന ഡങ്കിയെങ്കിൽ പോലും കേരളത്തിൽ മികച്ചൊരു സെയിൽ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 3:30 പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ മണിക്കൂറുകൾക്കിടയിൽ സിനിമ 300-ലധികം ടിക്കറ്റ് വിൽപ്പന കേരളത്തിൽ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു മികച്ചൊരു തുടക്കമാണ്. അതേസമയം ചിത്രത്തിന്റെ ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷൻ 2,10,00,000 മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ തന്നെ 2 കോടിക്ക് മുകളിൽ ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ട സിനിമയാണല്ലോ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ സിനിമ കൂടിയായ സലാർ. പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന ഹോംബാലെ ഫിലിംസിന്റെ സലാർ വരുന്ന ഡിസംബർ 22 വെള്ളിയാഴ്ചയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിന്റെ രണ്ടാമത്തെ ട്രെയിലർ ഇന്ന് ഞായറാഴ്ച പുറത്തു വരുമെന്നായിരുന്നു ഇന്നലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതെങ്കിൽ പോലും ചില സാങ്കേതിക കാരണങ്ങളാൽ നാളെ തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് ചിത്രത്തിന്റെ രണ്ടാമത്തെ ട്രെയിലർ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു ആക്ഷൻ ബാക്ക്ഡ് ട്രെയിലർ ആയിരിക്കും. ഒപ്പം തന്നെ ബുക്കിങ്ങിന് വലിയൊരു ബൂസ്റ്റ് നൽകുന്ന ഒരു ട്രെയിലർ ആയിരിക്കും പുറത്തു വരിക എന്നാണ് വിവരം. എന്തായാലും രണ്ടാമത്തെ ട്രെയിലർ നാളെ കാണുവാനായിട്ട് കാത്തിരിക്കാം. രാജമൗലിയും പ്രശാന്ത് നീലും പ്രഭാസും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ സിനിമയുടേതായിട്ട് വരുന്നുവെന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. അതിന്റെ ഗ്ലിംസ് വീഡിയോ ഇന്ന് ഹോംബാലെ ഫിലിംസിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ അഭിമുഖം ഇന്ന് രാത്രിയോ നാളെയും ഒക്കെ ആയിട്ട് പുറത്തു വരുമെന്നാണ് വിവരം. എന്തായാലും ആ അഭിമുഖം കാണുവാനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ പ്രൊമോ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ.